ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഷിയ ഇല്ല, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഷിയ പുറത്തു വരെ ഒന്ന് പോയേക്കുവാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒരു സംഭവം കണ്ടിട്ട് വീഡിയോ എടുക്കുവാണ്, സ്റ്റാൻഡൊക്കെ വെച്ചിട്ട്. അപ്പൊ സംഭവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ മുതൽ ഫേസ്ബുക്കിലൊക്കെ പിന്നെ യൂട്യൂബിലും ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ പിന്നെ ആസിഫ് അലിയെ ഇൻസൾട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുപരിപാടി, ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയിൽ പിന്നെ ആസിഫ് അലി വരികയുണ്ടായി. അപ്പം അവിടെ ഒരു രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ പുള്ളിക്കാരനൊരു മൊമെന്റോ കൊടുക്കാനായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. അപ്പം അതിനു മുന്നേ പറയാനുള്ള ഞാൻ കുറച്ച് കട്ടിങ്സ് ഇവിടെ കൊടുക്കാം, വീഡിയോയുടെ ചെറിയ പീസ് കൊടുക്കാം ഇതിന്റെ ഒക്കെ. അപ്പൊ അതിനകത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അലിയെ, അപ്പൊ ഈ ടൈറ്റിൽ വരുന്നത് എല്ലാവരും കാണുന്ന, നമുക്ക് പിന്നെ വീഡിയോയിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ആസിഫ് അലിയെ പൊതുവേദിയിൽ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫുള്ള് വാർത്തയാണ്. ഫേസ്ബുക്ക് തുറന്നപ്പോൾ മുതൽ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആസിഫ് അലിയെ പരസ്യമായി അപമാനിച്ചു എന്നുള്ള രീതിയിൽ സംഭവം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ കുറെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു പൊതുവേദിയിൽ ആസിഫ് അലിയെ പിന്നെ ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന് പിന്നെ ഇത് മൊമെന്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുവാണ്. അപ്പൊ പുള്ളിക്കാരനെ വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ പറയുന്നത് താഴത്ത് കൊണ്ടുവന്നത്. പുള്ളിക്ക് ഒരു ചെറിയ ദേഷ്യമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരെ, ഒരുപാട് മ്യൂസിക് ഡയറക്ടർമാരായിട്ടുള്ള കുറെ ആൾക്കാരെയൊക്കെ പിന്നെ ഇതിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് അതിന്റെ ഒരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു മനസ്സിൽ. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പൊ അതിനൊരു ദേഷ്യമുണ്ട്. അപ്പൊ ആ ദേഷ്യം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഡിമാൻഡ് ഇട്ട് പറഞ്ഞു, ഞാൻ സ്റ്റേജിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് താഴത്തോട്ട് കൊണ്ടുവരാനെന്ന് വെച്ചാൽ സ്റ്റേജിന്റെ താഴെ ഇരിക്കും അവര്. അപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ആസിഫ് അലിയും പുള്ളിക്കാരന് ഒരു കുഴപ്പമില്ലാണ്ട് വന്ന് മൊമെന്റോ കൊടുക്കുന്നുണ്ട്. മൊമെന്റോ കൊടുത്തിട്ട് പുള്ളിക്കാരന് മൈൻഡ് പോലും ഈ രമേശ് നാരായണൻ മൈൻഡ് ചെയ്യുന്നില്ല. അതിനു മുന്നേ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സംഘാടകർ, ഈ പരിപാടി അവതരിപ്പിക്കുന്ന സംഘാടകർക്ക് പോലും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന പേര് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അവിടെ പിന്നെ പരിപാടി അവതരിപ്പിക്കുന്ന ആങ്കർ പറയുന്നത് സന്തോഷ് നാരായണന് മൊമെന്റോ കൊടുക്കാനായിട്ട് ആസിഫ് അലിയെ സ്വാഗതം ചെയ്യുന്നു, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറെ തവണ ഞാൻ ആ വീഡിയോ ഇപ്പൊ കൊടുക്കാം കേട്ടോ, ഒന്ന് കണ്ടു. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. അപ്പം ഇപ്പൊ കണ്ടില്ലേ ഈ വീഡിയോയില്, അതിൽ എടുത്തെടുത്ത് 2-3 തവണ പറയുന്നുണ്ട് സന്തോഷ് നാരായണൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ പുള്ളിക്കാരനൊരു മനസ്സിലൊരു ഇത് വന്നു. കാര്യം പുള്ളിക്കാരന്റെ പേര് പോലും കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയത്തില്ല. കാര്യം ആ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. ആ സമയത്ത് പിന്നെ ആ ഒരു ടൈമിൽ പ്ലാൻ ചെയ്തതാണ് ഈ മൊമെന്റോ കൊടുക്കാൻ, പിന്നെ ഈ പുള്ളിക്കാരനെയും കൂടെ വിളിക്കാമെന്നുള്ള രീതിയിൽ. അല്ലാതെ നേരത്തെ പ്ലാനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇവർക്ക് പേരൊക്കെ കറക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യാലോ. അപ്പൊ അതാണ് അവിടുത്തെ കഥ. അതവിടെ മാറി നിൽക്കട്ടെ. അപ്പം ആസിഫ് അലിയുടെ കാര്യത്തിലേക്ക് വരാം. ആസിഫ് അലി എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ വിളിക്കുന്നു, പിന്നെ ആസിഫ് അലി മൊമെന്റോ കൊടുക്കാനായിട്ട് വരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആസിഫ് അലിനെ നോക്കുന്ന പോലും ഇല്ല. ആ വീഡിയോ ഞാൻ ഇപ്പൊ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്ക്. To be a part of it. Thank you very much. Thank you, Nadia ma'am. Thank you so much. Thanks to the entire cast and crew of Sherlock. അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടു കൂടെ തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും. പ്ലീസ് സർ, നോട്ട് ഓൺ ദി സ്റ്റേജ്. ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട്, ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ
സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായൺ. അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ജയരാജ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിനെ വിളിക്കുന്നു. പിന്നെ ആസിഫ് അലി മൈൻഡ് ചെയ്യുന്നില്ല, പുള്ളിക്കാരനും കൂടെ വരണം എന്നുള്ള രീതിയിൽ മൊമെന്റോ കൊടുക്കാനായിട്ട്. പക്ഷെ ആസിഫ് അലി അതിന്റെ ഒരു രീതിയിലുള്ള ഒരു മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആസിഫ് അലി വരുന്നുണ്ട്, ആസിഫ് അലി വന്ന് കൊടുത്തിട്ട് അയാളുടെ ജോലി അയാൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് ആസിഫ് അലി അങ്ങ് പോവുകയും ചെയ്ത്. പക്ഷേ പിന്നെ അത്രയും 100ഓളം ക്യാമറകളുടെ മുന്നിലും ആസിഫ് അലിയെ പരസ്യമായിട്ട് അപമാനിച്ചത് തന്നെയാണ്. കാര്യം ഇത്രയുള്ള ഒരു നടൻ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു മൊമെന്റോ കൊടുക്കാൻ നേരത്തെ ഏത് ശത്രുക്കളായാൽ പോലും നമ്മൾ മൊമെന്റോ മേടിച്ച് പുള്ളിയോട് ഒന്ന് ചിരിക്കും. പക്ഷെ ഇത് ആരാണ് കൊടുക്കാൻ വന്നതെന്ന് പോലും മുഖത്തിട്ടൊന്ന് നോക്കാമല്ലോ, അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പൊ മൊമെന്റോ വാങ്ങിച്ച് പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ്, ആസിഫ് അലി അങ്ങ് പോവുകയാണ്. അപ്പൊ ആസിഫ് അലിയുടെ ഒരു ക്വാളിറ്റി അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ബ്രില്യന്റ് ആക്ടർ ആണെന്നുള്ളത് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ്, നടനിലുപരി നല്ലൊരു മനുഷ്യനാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരുടെ ഈ 100ഓളം ക്യാമറകളുടെ മുന്നിൽ ഈ പരസ്യമായിട്ട് അപമാനിച്ചിട്ട് പോലും പുള്ളിക്കാരന്റെ മുഖത്ത് ഒരു ഭാവമാറ്റം, ഒരു ചെറിയൊരു ഒന്നും വന്നില്ല, നോർമലി ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു ഫേസ് തന്നെയാണ്. അപ്പൊ നമുക്കത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം. അങ്ങനെ അതിനെക്കുറിച്ചാണ് ഇവിടെ വിവാദം ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ ആസിഫ് അലിന്റെ ഫാൻസ് ആയിക്കോട്ടെ ആരാണെങ്കിലും ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടി സ്വാഭാവികമായിട്ട് തോന്നാം ഇങ്ങനെ പിന്നെ എന്താണ് ഇത്രയും വലിയൊരു ചടങ്ങില് മൈൻഡ് പോലും ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വിഷമം പിന്നെ അതൊരു വലിയ ഇൻസൾട്ട് തന്നെയാണ്. അത്രയും നല്ലൊരു നടനാണ് ആസിഫ് അലി. അത്രയും നല്ലൊരു നടന്റെ ഒരു തുള്ളി ഒരു ശതമാനം പോലും പുള്ളിക്കാരൻ കൊടുത്തില്ല എന്നുള്ളതാണ് വലിയൊരു ഇത്. അതേസമയം നമ്മുടെ ആസിഫ് അലിക്ക് പകരം വേറെ ആരായിരുന്നാലും അവിടെ പൊട്ടിത്തെറിച്ച് മുട്ടം ഭൂകമ്പം ഉണ്ടായേനെ, അത് ഉറപ്പുള്ള കാര്യമാണ്. അതേസമയം മമ്മൂട്ടിയോടാണെങ്കിൽ ഇങ്ങനെ പുള്ളിക്കാരൻ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അതേസമയം മോഹൻലാലിനോടാണെങ്കിൽ ചെയ്യുമോ? അത് സാധാരണ ഒരു നല്ലൊരു ആക്ടറാണ് പുള്ളിക്കാരൻ. അത് എന്തായാലും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം ഫാനായിട്ടൊന്നുമല്ല, ആസിഫ് അലിന്റെ ഫാനോ അങ്ങനെയൊന്നുമല്ല. എന്നാലും എന്റെ ഒരു പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണ്. അങ്ങനെ അതിന് പകരം ആരായിരുന്നാലും, ആസിഫ് അലിക്ക് പകരം ആരായിരുന്നാലും അവിടെ മുട്ടം ഭൂകമ്പം ഉണ്ടായിരുന്നേനെ, അവിടെ മുട്ടം പ്രശ്നം ഉണ്ടായിരുന്നേ, ആ പരിപാടി അവിടെ കുളവായേനെ. കാര്യം ആ മനുഷ്യൻ ആ ഗുഡ് പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ് ചിരിച്ചോണ്ടല്ലാതെ ചിരിച്ച് നല്ല മാന്യമായിട്ട് മാറി നിന്നു. അതിന് നമുക്ക് പുള്ളിക്കാരനൊരു മാപ്പ് നമ്മൾ പറയുവാണ് ആസിഫ് അലിനോട്. കാര്യം അയാൾ ചെയ്ത ഒരു തെറ്റിന് നമ്മൾ മാപ്പ് പറയുന്നു. കാര്യം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഓരോരുത്തരും ഇങ്ങനെ വീഡിയോസ് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ രമേശ് നാരായണൻ വന്ന് പരസ്യമായിട്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എന്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഇല്ല, ഞാൻ പരാതിപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ, അതൊക്കെ വിഷമമുണ്ടായി. ബാക്കി എല്ലാരും വിളിച്ചു, എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു, ക്രൂസിനെ വിളിച്ചു. എന്നെ ഒരു 4-5 തവണ എന്നെ വിളിച്ചിട്ടാണ് MT സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ്. പിന്നെ ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയില് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിന്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി, ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറന്നു ആസിഫ്. അപ്പം കണ്ടില്ലേ, ആ വീഡിയോ കണ്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുള്ളി വന്നിട്ട് പറയുന്നത് ഞാൻ പരസ്യമായിട്ട് അപമാനിച്ചിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന്. ആ വീഡിയോ കണ്ട ആർക്കാണേലും മനസ്സിലാവും അപമാനിച്ചിട്ടില്ലേ ഉണ്ടോ എന്നുള്ള കാര്യം അപമാനിക്കുക തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ ജയരാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് രണ്ടാമത് ട്രോഫി കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പിന്നെ ആസിഫ് അലി ആയതുകൊണ്ടാണ് അവിടെ അത്രയും വിഷയമില്ലാതെ. പക്ഷെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം,
ഈ ആസിഫ് അലി വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും നമ്മളാണ് പൊക്കിക്കൊണ്ട് വന്ന് ഇത് മൊത്തം ഇതാക്കിയത്. പക്ഷെ ആസിഫ് അലി എന്ന് പറയുന്ന ആ വ്യക്തി ഒരു രീതിയിലും പിന്നെ പ്രതിഷേധമോ അങ്ങനെ ഒന്നും ഒരു കാര്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരസ്യമായിട്ട് വന്ന് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ മാപ്പ് പറഞ്ഞു കാണും, പക്ഷെ പുള്ളിക്കാരന്റെ രീതിയിൽ പറഞ്ഞിട്ടുമില്ല. അത് നമ്മൾക്ക് വേണമെങ്കിൽ ആ മാപ്പ് സ്വീകരിക്കാമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം നമ്മൾ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അനുഭവിച്ച ആൾക്കല്ലേ അതിന്റെ ആ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും എത്ര പണം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നമ്മള് മനുഷ്യനെന്ന പരിഗണന പുള്ളിക്കാരന് കൊടുക്കേണ്ടതായിരുന്നു. അത് നമ്മളെല്ലാം പിന്നെ ഈ ഒരുപാട് സമ്പാദ്യവും നമ്മള് പിന്നെ കുറെ പ്രശസ്തിയും കുറെ പണവും ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യത്വമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അവിടെ പിന്നെ ഒരു മനുഷ്യനോട് എങ്ങനെയാണ് ഒരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും ഈ വലിയൊരു നടന്റെ അടുത്ത് പോലും കാണിച്ചിട്ടില്ലെന്നാണ്. പക്ഷെ അത് രമേശ് നാരായണൻ ചെയ്തത് വളരെ വളരെ തെറ്റാണ്. ഇത് തിരിച്ചായിരുന്നെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? ആസിഫ് അലിയാണ് പുള്ളിക്കാരനോട് കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അത് അങ്ങനെയൊക്കെയാണ്. അപ്പം ആസിഫ് അലി എന്ന മനുഷ്യന്റെ ക്വാളിറ്റി അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ആസിഫ് അലി എന്ന് പറയുന്നത് വലിയൊരു നടനാണ്, വലിയൊരു മനുഷ്യനാണ്. അത് നമുക്ക് തെളിയിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. എനിക്കത് കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ എന്തായാലും ആരെയും ഒട്ടും വില കുറച്ച് നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ ആരെയും മനുഷ്യന്മാരെ ആരെയും ഒന്നും ഒരു വില കുറച്ചും കാണേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു പേപ്പറാണ് കടലാസ് പെട്ടമായി പറക്കുന്നത് എന്നുള്ളൊരു ഇത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പണമില്ലെങ്കിൽ നാളെ നമുക്ക് പണം വരാം. ഇപ്പൊ നമുക്ക് പണം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പണം പോകാം. അങ്ങനെയൊക്കെയാണ്, മരിയും തിരിഞ്ഞും ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന് അഹങ്കാരം പാടില്ല. കാര്യം ഈ പുള്ളീനെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, മതിയായി. അപ്പൊ അതുകൊണ്ട് ഇതോട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.